തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പോലീസിന് ഗുരുതര വീഴ്ചയെന്ന് വിമർശനം. മരണം നടന്ന ആദ്യ 3 ദിവസങ്ങളിൽ നടപടി സ്വീകരിക്കാതിരുന്നതാണ് പ്രതി രക്ഷപ്പെടാൻ കാരണം. IB ഉദ്യോഗസ്ഥയെ പ്രതി ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കിയെന്ന വിവരം പോലും പോലീസിന് കണ്ടെത്താനായിരുന്നില്ല. ഒളിവിൽ പോയ സുഹൃത്ത് സുഗാന്തിനായുള്ള തിരച്ചിൽ തുടരുകയുമാണ്. വിനീഷ് ചേരുന്നു വിവരങ്ങളുമായി. വിനീഷ്, ആദ്യഘട്ടത്തിൽ തന്നെ പാളിച്ച സംഭവിച്ചു. അപ്പോൾ തുടർന്ന് അങ്ങോട്ട് കൊടുക്കാനാകാത്ത വിധം സുഗാന്ത് ഇപ്പോഴും ഒളിവിൽ തുടരുന്ന സാഹചര്യവും കൂടിയാണെങ്കിലും എന്താണ് നടപടികളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി? ഈ IB ഉദ്യോഗസ്ഥരുടെ മരണം സംഭവിച്ചതിന് ശേഷം പോലീസ് അന്വേഷണം നടത്തിയതിൽ വലിയ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് ഈ സുഗാന്തിന് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒരുക്കിയത് പോലും പോലീസാണ് എന്ന് സംബന്ധിച്ചുള്ള ആക്ഷേപമാണ് കുടുംബം പ്രധാനമായും ഉന്നയിക്കുന്നത്. കാരണം ഈ IB ഉദ്യോഗസ്ഥ മരണപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയതിന് ശേഷം പോലീസ് കൃത്യമായ ഒരു ത്വരിതഗതിയിലുള്ള ഒരു അന്വേഷണം നടത്തിയില്ല. ആ ഘട്ടത്തിൽ പോലും ഈ സുഗാന്തിനെതിരെയുള്ള ആക്ഷേപങ്ങൾ പല ഘട്ടങ്ങളിലായും ഉന്നയിക്കുന്നത് ഈ IB ഉദ്യോഗസ്ഥയുടെ കുടുംബമായിരുന്നു. ഒപ്പം തന്നെ ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നു എന്ന ആക്ഷേപം ഉന്നയിക്കുന്നതും ഈ IB ഉദ്യോഗസ്ഥയുടെ കുടുംബമാണ്. പിന്നീട് തുടർച്ചയായി പോലീസ് കഴിഞ്ഞ ആ ഒരു മരണം സംഭവിച്ച് തുടർച്ചയായുള്ള 3 ദിവസം പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണത്തിൽ അലംഭാവമുണ്ടായി. ഈ അലംഭാവത്തിനിടയിലാണ് സുഗാന്ത് രക്ഷപ്പെട്ടത് എന്നാണ് കുടുംബം പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ ഈ സുഗാന്തിന്റെ വീട്ടിൽ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധന നടത്തിയെങ്കിലും ലാപ്ടോപ്പും മൊബൈലും അടക്കമുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ സുഗാന്ത് ഉപയോഗിച്ചിരുന്ന ലാപ്ടോപ്പും മൊബൈലുമാണ് പോലീസിന് പിടിച്ചെടുക്കാൻ സാധിച്ചത്. അതിനപ്പുറത്തേക്ക് സുഗാന്ത് എവിടെയാണ് എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ അന്വേഷണത്തിലേക്ക് നീളാനോ അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ശേഖരിക്കാനോ പോലീസിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. കാരണം സുഗാന്തിന് ഒളിവിൽ പോകാനുള്ള സാഹചര്യം ഒരുക്കിയത് പോലീസാണ് എന്ന് സംബന്ധിച്ചുള്ള ആക്ഷേപം കുടുംബം പ്രധാനമായും ഉന്നയിക്കുന്നതിന് പിന്നിലുള്ള പ്രധാന കാരണങ്ങൾ ഇതൊക്കെയാണ്. പ്രത്യേകിച്ച് സുഗാന്തിനെതിരായ പരാതി 3 ദിവസം കഴിഞ്ഞ് കുടുംബമാണ് നൽകുന്നത്. അതിനുശേഷം സുഗാന്ത് ഒളിവിൽ പോയത് സംബന്ധിച്ചുള്ള വിവരങ്ങളും പോലീസിനെ അറിയിക്കുന്നത് ഈ കുടുംബം തന്നെയാണ്. ഈ ഘട്ടങ്ങളിലാണ് വലിയ രീതിയിലുള്ള ഒരു ഒളിവിൽ പോകാനുള്ള സാഹചര്യങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പോലീസ് അന്വേഷണത്തിൽ വീഴ്ച വന്നതിന്റെ ഭാഗമായാണ് സുഗാന്തിന് ഒളിവിൽ പോകാൻ സാധിച്ചത് എന്ന് സംബന്ധിച്ചുള്ള ഒരു വിലയിരുത്തലാണ് കുടുംബവും നടത്തുന്നത്. അത്തരത്തിലുള്ള ആക്ഷേപവുമാണ് ഇപ്പോഴും ഉന്നയിക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു പടി പോലും മുന്നോട്ട് പോകാൻ പോലീസിന് കഴിയാത്ത സാഹചര്യമാണ്. മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസികളെ ഏൽപ്പിക്കണമെന്ന ആവശ്യവും ഇപ്പോൾ കുടുംബം ഉന്നയിക്കും, വരും ദിവസങ്ങളിൽ ഉന്നയിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും IB ഉദ്യോഗസ്ഥരുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ ദുരൂഹമായി തന്നെ തുടരുന്നു. ലൈംഗിക അതിക്രമം നടന്നിട്ടുണ്ടോ എന്ന് സംബന്ധിച്ചുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. പക്ഷേ അതിൽ ലൈംഗിക അതിക്രമം നടന്നിട്ടില്ല എന്ന് സംബന്ധിച്ചുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.